വെൽക്കം ടു മൈൻഡ് ട്രാൻസ്ഫോർമേഷൻ ഡയറീസ്. നമ്മുടെ മൈൻഡ് ട്രാൻസ്ഫോർമേഷനും അല്ലെങ്കിൽ ലൈഫ് ട്രാൻസ്ഫോർമേഷനൊക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ലോ ഓഫ് അട്രാക്ഷൻ. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമ്മുടെ ലൈഫിലോട്ട് ആകർഷിക്കപ്പെടും അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യപ്പെടും എന്നാണ് ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്നത്. അതെന്തോ ആയിക്കോട്ടെ, ഇപ്പം നമുക്ക് ഒന്ന് പോസിറ്റീവായിട്ട് ഇരിക്കണം, അല്ലെങ്കിൽ നമുക്കൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ വേണം, നമുക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് നല്ലൊരു വീട് വേണം, ഒരു കാറ് വേണം, എന്തോ ആയിക്കോട്ടെ, അതെല്ലാം നമ്മുടെ ചിന്തയിൽ നിന്നാണ് രൂപപ്പെടുന്നത് എന്നാണ്. ദ ആൽക്കമിസ്റ്റ് എന്ന ബുക്കില് പൗലോ കൊയ്ലോ പറയുന്നുണ്ട്, നമ്മുടെ ആഗ്രഹം തീവ്രമാണെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി ഗൂഢാലോചന നടത്തുമെന്ന്. ഇതിന്റെ എല്ലാം പൊരുൾ എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹം എത്രത്തോളം തീവ്രമാണെന്നും നമ്മൾ എത്രത്തോളം അതിനുവേണ്ടി പ്രയത്നിക്കുന്നു, നമ്മൾ എത്രത്തോളം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, ഇതെല്ലാം നമ്മുടെ ആഗ്രഹങ്ങളെ സഫലമാക്കാൻ നമ്മളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ദ സീക്രട്ട് എന്ന ബുക്കില് റോണ്ടേബേൺ പറയുന്നുണ്ട്, നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നതെന്ന്. ശരിക്കും നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും, അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, എല്ലാം നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതിന്റെ ഒരു മിറർ ഇമേജ് ആണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എപ്പോഴും നെഗറ്റീവായി ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചും നിങ്ങളുടെ കുറവുകളെക്കുറിച്ചും ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. എപ്പോഴും നിങ്ങളുടെ കുറവുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയും നിങ്ങളുടെ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുള്ളൂ. പക്ഷേ മറിച്ച് നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളിൽ കുറച്ചും കൂടെ പോസിറ്റിവിറ്റി വരും, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളിലോട്ട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയും. ഉദാഹരണമായി നമുക്ക് പണത്തിന്റെ കാര്യം എടുക്കാം. നമുക്ക് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലൈഫിൽ പണം എന്നുള്ളത്. നമുക്ക് ഒരുപാട് പണമാണ് ആവശ്യമെങ്കിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് സമ്പന്നതയെക്കുറിച്ചാണ്, അബണ്ടൻസിനെ കുറിച്ചാണ്, പ്രോസ്പെറിറ്റിയെ കുറിച്ചാണ്. നമ്മൾ എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരുപാട് പണം ഉള്ളതായിട്ട് സങ്കല്പിക്കണം. അങ്ങനെയാണെങ്കിൽ പണം നമ്മുടെ ലൈഫിൽ വന്നു ചേരുമെന്നാണ് ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്നത്. മറ്റൊരു ഉദാഹരണമാണ് നമുക്ക് ലൈഫിൽ ഒറ്റപ്പെടലും ഡിപ്രഷനും ഒക്കെ തോന്നുന്ന ഒരു സമയം എന്നുള്ളത്. നമ്മുടെ ലൈഫിൽ അങ്ങനെ ഒരു അവസ്ഥ വരാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. പക്ഷേ ആ ഒരു സമയങ്ങളിൽ നമ്മൾ കൂടുതൽ ആ ഒരു അവസ്ഥയിലോട്ട് പോകുന്നത് നമ്മൾ കൂടുതൽ ഒറ്റപ്പെടലുകളും ഡിപ്രഷനെ കുറിച്ചും അല്ലെങ്കിൽ അത്തരം ആകുലതകളെ കുറിച്ച് ചിന്തിക്കുന്നതുകൊണ്ടാണ്. പകരം ഇനി അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഹാപ്പിനെസ്സിനെ കുറിച്ചും നമ്മൾ സന്തോഷമായി ഇരിക്കുന്നതിനെ കുറിച്ചും അല്ലെങ്കിൽ നമ്മളൊരു ഫ്രണ്ട്സുമായിട്ട് ഹാങ് ഔട്ട് ചെയ്യുന്നതിനെ കുറിച്ചും ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അവസ്ഥയിൽ നിന്ന്, ആ ഒരു മൂഡിൽ നിന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് പുറത്തോട്ട് വരാൻ കഴിയും. അതുപോലെ തന്നെയാണ് റിലേഷൻഷിപ്പുകളുടെ കേസിൽ. നമ്മൾ നല്ലൊരു പാർട്ട്ണറിനെയോ സുഹൃത്തിനെയോ നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കുവാണെങ്കിൽ തീർച്ചയായും നമുക്ക് ലഭിക്കും. പക്ഷേ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആ സുഹൃത്തിലോ അല്ലെങ്കിൽ പാർട്ട്ണറിലോ നമ്മൾ ആഗ്രഹിക്കുന്ന കുറച്ച് ഗുണങ്ങളുണ്ട്, അത് നിങ്ങളിൽ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം. എപ്പോഴും നമ്മൾ നമ്മളെ തന്നെ റെസ്പെക്ട് ചെയ്യുകയും വാല്യൂ ചെയ്യുകയും ചെയ്യണം. അങ്ങനെയൊക്കെയാണെങ്കിൽ വെറുതെ ചിന്തിച്ചതുകൊണ്ട് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെയും സ്വപ്നങ്ങൾ ഇതുപോലെ സാക്ഷാത്കരിക്കണ്ടേ? പക്ഷേ പലരും ലൈഫിൽ സക്സസ് ആവുന്നുണ്ട്, പലരും എന്നും ആ ലൂപ്പിൽ കടന്ന് കഷ്ടപ്പെടുന്നവരാണ്. നമ്മുടെ ഫോമർ പ്രസിഡന്റ് ആയിട്ടുള്ള APJ അബ്ദുൽ കലാം സാർ പറഞ്ഞിട്ടുണ്ട്, ലുക്ക് അറ്റ് ദി സ്കൈ, വി ആർ നോട്ട് അലോൺ, ദ ഹോൾ യൂണിവേഴ്സ് ഇസ് ഫ്രണ്ട്ലി ടു അസ് ആൻഡ് കൺസ്പയർ ഓൺലി ടു ഗിവ് ദ ബെസ്റ്റ് ടു ദോസ് ഹു ഡ്രീം ആൻഡ് വർക്ക്. ശരിയാണ്, വെറുതെ ചിന്തിച്ചതുകൊണ്ട് മാത്രമായില്ല. നമ്മൾ വർക്ക് ചെയ്യണം, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം, നമ്മൾ പ്രോപ്പറായിട്ടുള്ള ആക്ഷൻസ് എടുക്കണം. എന്നാലാണ് നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റുള്ളൂ. നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്കൊരു യൂട്യൂബിന്റെ കാര്യം തന്നെ എടുക്കാം. നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് യൂട്യൂബിൽ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആവുക എന്നുള്ളതാണെങ്കിൽ നമ്മൾ യൂട്യൂബ് എടുത്ത് മറ്റ് വീഡിയോസ് സ്ക്രോൾ ചെയ്തതുകൊണ്ട് നമുക്ക് ആ ഒരു ഗോളിലോട്ട് എത്തിപ്പെടാൻ പറ്റുമോ? ഒരിക്കലുമില്ല. നമ്മൾ ആദ്യമായിട്ട് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യണം. അതിനു മുന്നേ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ എന്തൊക്കെ വേണമെന്ന് നമുക്കറിയണം. അതിനുശേഷം നമ്മൾ ഓരോ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യണം. ഇതെല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ 1-2 വീഡിയോസ് കഴിഞ്ഞ് നമ്മൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗോളിലോട്ട് എത്തുമോ? ഇല്ല. നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം, നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കണം. എന്നിട്ട് നമ്മൾ നമ്മുടെ ഗോൾ സെറ്റ് ചെയ്ത് നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് നടക്കും.
നമ്മൾ എപ്പോഴും ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് പല അവസരങ്ങളും നമ്മൾ പോലും അറിയാതെ എത്തിച്ചേരുമെന്നാണ് പറയപ്പെടുന്നത്. അത്തരം അവസരത്തിന് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കുക എന്നുള്ളതാണ് പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ ഒരു കാറ് വാങ്ങാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് കാറുകളുണ്ട്. അപ്പോൾ അതിൽ നിന്നും നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ കൺവീനിയൻസും എല്ലാം അനുസരിച്ച് നമ്മളൊരു കാറ് സെലക്ട് ചെയ്യും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, അതിനുശേഷം നമ്മൾ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും നമ്മൾ പ്ലാൻ ചെയ്ത കാറായിരിക്കും കാണുന്നത്. അതിനർത്ഥം ഇതിനു മുൻപ് ഈ കാറുകൾ റോഡിലൂടെ ഓടിയിട്ടില്ല എന്നുള്ളതല്ല, പക്ഷെ നമ്മൾ ഇപ്പോഴാണ് അത് ശ്രദ്ധിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ തന്നെ ഇത്തരം അവസരങ്ങളൊക്കെ നമ്മുടെ ചുറ്റും ഒരുപാടുണ്ടായിരിക്കും, പക്ഷെ നമ്മൾ അതിലൊന്നും ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ എപ്പോഴാണോ അതിലോട്ട് ഇറങ്ങി ചെല്ലുന്നത്, പിന്നെ നമുക്ക് ഓരോ സൈഡിലും അല്ലെങ്കിൽ നമ്മൾ നോക്കുന്ന ഓരോ ദിക്കിലും നമുക്ക് ഓരോ ഓപ്പർച്യൂണിറ്റീസുകളായിട്ട് നമ്മുടെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് പിന്നീട് നമ്മൾ എത്ര നന്നായി യൂട്ടിലൈസ് ചെയ്യുന്നോ അത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാം. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ 100% ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായും യൂണിവേഴ്സ് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു റിസൾട്ട് തരുമെന്നുള്ളത് നമ്മൾ ആദ്യം നല്ല രീതിയിൽ നമ്മൾ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക തന്നെ ചെയ്യാൻ. നമ്മുടെ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടി, അതുപോലെ അതൊക്കെ വളരെ വേഗത്തിൽ നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമാവാൻ വേണ്ടി നമുക്ക് ലോ ഓഫ് അട്രാക്ഷന്റെ ഒരുപാട് ടെക്നിക്സ് യൂസ് ചെയ്യാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടാവും, അതിനെല്ലാം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ നന്ദി പ്രകടിപ്പിക്കണം. നമുക്കുള്ള സൗഭാഗ്യങ്ങൾ എന്ന് പറയുമ്പോൾ പലർക്കും ഭയങ്കര ലക്ഷറി ലൈഫൊന്നും ആയിരിക്കില്ല. പക്ഷെ നമ്മൾ എന്നും രാവിലെ എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കണ്ണു തുറന്ന് നമ്മുടെ ലോകത്തിനെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതെല്ലാം നമ്മുടെ നേട്ടങ്ങളാണ്. അത്തരം നേട്ടങ്ങൾക്ക് നമ്മൾ യൂണിവേഴ്സിനോട് ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. അതിനു പകരം നമ്മൾ നമ്മുടെ ഇല്ലായ്മയെക്കുറിച്ചും അല്ലെങ്കിൽ നമുക്ക് ഇല്ലാത്ത ഓരോ കാര്യങ്ങളെക്കുറിച്ച് പരാതി പറയുകയും അല്ലെങ്കിൽ പരിഭവം പറയുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീണ്ടും ഇല്ലായ്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അത് എന്തു ആയിക്കോട്ടെ, നമ്മുടെ സ്നേഹം ആയിക്കോട്ടെ, നല്ല റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, സമ്പത്ത് ആയിക്കോട്ടെ, ആരോഗ്യം ആയിക്കോട്ടെ, നമ്മൾ ഹെൽത്തി ആണെങ്കിൽ നമ്മൾ അതിന് ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. നമുക്ക് ഇപ്പൊ നടന്നു പോകുന്ന കാര്യങ്ങൾക്കുള്ള പണം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിന് ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഇതെല്ലാം നിങ്ങളെ തേടിത്തന്നെ വരും. നന്ദിയുള്ളവരായിരിക്കുക, ബി ഗ്രേറ്റ്ഫുൾ. നമുക്ക് പറ്റുവാണെങ്കിൽ രാവിലെ എന്നും എഴുന്നേറ്റിട്ട് നമുക്ക് ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് ഡേ, ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ഹൂ ഐ ആം എന്ന രീതിയിൽ നമുക്ക് എന്തെല്ലാം ഉണ്ടോ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് നന്ദി പ്രകടിപ്പിക്കാം. അത് നമ്മുടെ ലൈഫിൽ ഒരു വലിയ ചേഞ്ച് തന്നെ കൊണ്ടുവരും. മറ്റൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് വിഷ്വലൈസേഷൻ ആണ്. നമ്മളൊരു കാര്യം ആഗ്രഹിക്കുക മാത്രമല്ല, ഓൾറെഡി നമുക്കത് കിട്ടി അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് അത് ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മളത് വിഷ്വലൈസ് ചെയ്യണം. നമ്മുടെ മൈൻഡിൽ നമ്മൾ അങ്ങനെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യണം. നിങ്ങളൊരു നല്ല ലൈഫ് സ്റ്റൈലാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എന്ന് വിചാരിക്കുക. ആ ലൈഫ് സ്റ്റൈൽ നിങ്ങൾ ജീവിക്കുന്നതായി മനസ്സിൽ കാണുക. അപ്പൊ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെന്റും കോൺഫിഡൻസും നിങ്ങളെ നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് വേഗത്തിൽ എത്തിക്കും. നമ്മുടെ മൈൻഡിൽ ഒരേ കാര്യം നമ്മൾ റിപ്പീറ്റായി ഫീൽ ചെയ്താൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതൊരു റിയാലിറ്റി ആയി അക്സെപ്റ്റ് ചെയ്യുകയും അത് നമ്മുടേതാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. മറ്റൊരു കാര്യം അഫർമേഷൻ എന്നാണ്. അഫർമേഷൻ എന്ന് പറയുന്നത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരു കാര്യം പറയുകയോ അല്ലെങ്കിൽ അത് റിപ്പീറ്റഡ് ആയി എഴുതി വെക്കുകയോ ചെയ്യുന്നതിനാണ്. നമ്മൾ ഒരേ കാര്യം റിപ്പീറ്റഡ് ആയി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൈൻഡിൽ അത് ഫിക്സ്ഡ് ആവും. അതുപോലെ തന്നെ അതിനായി നമ്മൾ അറിയാതെ തന്നെ പ്രവർത്തിച്ചു തുടങ്ങും. ഐ ആം സക്സസ്ഫുൾ അല്ലെങ്കിൽ ഐ ആം കോൺഫിഡന്റ് എന്നെല്ലാം നമ്മൾ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബുക്കിൽ റിപ്പീറ്റഡ് ആയിട്ട് എഴുതി വെക്കുകയാണെങ്കിൽ നമ്മൾ ആ ആഗ്രഹങ്ങളെ എളുപ്പത്തിൽ ലഭിക്കുമെന്നാണ് ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത്. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ 100% ചെയ്തെന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് നമ്മളത് യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. അത് എന്തായാലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് കോൺഫിഡന്റ് ആയി വിശ്വസിച്ച് യൂണിവേഴ്സിന് നമുക്കത് ഏൽപ്പിക്കാം. അത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതിനെക്കുറിച്ച് നമ്മൾ ടെൻഷൻ അടിക്കരുത്. ഇത് സംഭവിക്കോ ഇല്ലയോ എന്ന് ആലോചിച്ച് ഉത്കണ്ഠരാകരുത്. നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെ വിശ്വസിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ എന്തായാലും നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ എടുത്ത എഫേർട്ടിനനുസരിച്ച് നമ്മൾ അത് തന്നെ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ നമ്മുടെ അടുത്തേക്ക് തീർച്ചയായും എത്തിച്ചേരും. പല മേഖലകളിലായിട്ട് പ്രശസ്തരായ
ഒരുപാട് പേര് ലോ ഓഫ് അട്രാക്ഷൻ അവരുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയും ആ സക്സസിന് ശേഷം അവരത് ലോകത്തിനോട് വിളിച്ചു പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ ചിന്തകൾ എന്തിനെ കുറിച്ചെല്ലാമാണ്? നിങ്ങളുടെ ചിന്തകൾ നെഗറ്റീവാണോ പോസിറ്റീവാണോ, ഉയർച്ചയെ കുറിച്ചാണോ എന്ന്? അല്ല എങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ ചിന്തകളെ മാറ്റുക. നിങ്ങളുടെ ചിന്തകളെ മാറ്റി നിങ്ങൾ ഉയർച്ചയിലോട്ട് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഉയർച്ച ആഗ്രഹിക്കുകയാണെങ്കിൽ, വരുന്ന ദിവസങ്ങൾ നിങ്ങളുടെയും സക്സസ്ഫുൾ ഡേയ്സ് ആയിരിക്കാം.